തൊണ്ണൂറുകളുടെ പകുതിയിൽ തെന്നിന്ത്യൻ സിനിമയിൽ വീശിയടിച്ച രതിക്കാറ്റാണ് നഗ്മ. നഗ്മയുടെ യഥാർത്ഥ പേര് നന്ദിത മൊറാർജി. അച്ഛൻ ഹിന്ദു, അമ്മ മുസ്ലിം. നഗ്മ ജനിച്ചത് ആന്ധ്രാപ്രദേശിൽ. നഗ്മ 15-ാം വയസ്സിൽ നടിയായി. ബാഗി എന്ന ചിത്രത്തിൽ സൽമാൻ ഖാനുമൊത്ത് അഭിനയിച്ചു. ബാഗി വലിയ ഹിറ്റായിരുന്നു. പക്ഷേ ബോളിവുഡിൽ നഗ്മയ്ക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചില്ല. അവർ തമിഴ്നാട്ടിലേക്ക് എത്തി. തമിഴ് സിനിമ പൂച്ചക്കണ്ണുള്ള ശരീരവടിവുള്ള നഗ്മയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. പ്രേക്ഷകർക്ക് ആവശ്യമായ തരത്തിൽ സംവിധായകർ പറയുന്ന രീതിയിൽ നഗ്നത കാട്ടാനും നഗ്മ മടിച്ചില്ല. നഗ്മ അതിവേഗമാണ് തമിഴ് സിനിമയിൽ കൊടുങ്കാറ്റായി മാറിയത്. ഖുശ്ബു വിവാഹമൊക്കെ കഴിഞ്ഞ് സിനിമാ ജീവിതം അവസാനിപ്പിച്ച കാലം. ഖുശ്ബുവിന് ശേഷം ഉയർത്തെഴുന്നേറ്റ തമിഴ് സിനിമയിലേക്ക് ഒരു ഉണർവായി കടന്നു വന്ന നടിയാണ് നഗ്മ. സൂപ്പർ താരങ്ങളുമൊത്തൊക്കെ നഗ്മ അഭിനയിച്ചു. പ്രഭുദേവയുമൊത്ത് കാതലൻ എന്ന ചിത്രത്തിൽ നഗ്മ നൃത്തമാടി തിമിർത്തപ്പോൾ പ്രേക്ഷകർ ആവേശമുണ്ട്. രജനീകാന്തിൻ്റെ എക്കാലത്തെയും വലിയ ഹിറ്റായ ഭാഷയിൽ നഗ്മയായിരുന്നു നായിക. മേട്ടുക്കുടി, ദീന, മലബാർ പോലീസ്, ലവ് ബേർഡ്സ്, സിറ്റിസൺ തുടങ്ങി നിരവധി ചിത്രങ്ങൾ. ആ ചിത്രങ്ങളിലൊക്കെ ശരീരഭംഗിയും അഭിനയവും കൊണ്ട് നഗ്മ തമിഴ് സിനിമയെ കോരിത്തെരിപ്പിച്ചു. തെലുങ്കിലും നഗ്മ വിലപിടിപ്പുള്ള നായികയായി മാറി. ചിരഞ്ജീവി, വെങ്കടേഷ്, നാഗാർജുന തുടങ്ങിയവരുടെ ഇഷ്ടനടിയായി അവർ മാറി. അതിവേഗമായിരുന്നു തെന്നിന്ത്യൻ സിനിമയിൽ അവരുടെ വളർച്ച. തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയായി അവർ അവരോധിക്കപ്പെട്ടു. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലും അവരെത്തി. എന്തായാലും നഗ്മയുടെ ജീവിതം, സ്വകാര്യ ജീവിതം, നഗ്മ അവതരിപ്പിച്ച രതി കഥാപാത്രങ്ങൾ പോലെ തന്നെ ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞതായിരുന്നു. ശരത് കുമാറും നഗ്മയും തമ്മിലുള്ള പ്രണയം തമിഴ് മാധ്യമങ്ങൾ ആഘോഷിച്ചു. ശരത് കുമാർ സുപ്രീം ഹീറോയായി വിലസുന്ന കാലത്ത് തൻ്റെ നായികയായി നഗ്മയെ ശുപാർശ ചെയ്തിരുന്നു. ശരത് കുമാറിൻ്റെ ശരീരവടിവിൽ നഗ്മ മയങ്ങി. ഇരുവരുമൊത്ത് ലിവിങ് ടുഗദർ ജീവിതം ആരംഭിച്ചത് വാർത്തയായി. ശരത് കുമാറിൻ്റെ ഭാര്യ ഛായ എല്ലാത്തിനും സാക്ഷിയായി. ശരത് കുമാറും നഗ്മയും വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്തയൊക്കെ അക്കാലത്ത് തമിഴ് സിനിമയിൽ പ്രചരിച്ചു. പക്ഷേ നഗ്മ ശരത് കുമാറിനെ വിട്ടുപോയോ, ശരത് കുമാർ നഗ്മയെ ഉപേക്ഷിച്ചോ എന്നറിയില്ല. ഇരുവരും തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞു. പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റിലെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ, അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ കിരീടം വെച്ച രാജകുമാരൻ സൗരവ് ഗാംഗുലിയുമായി അവർ പ്രണയത്തിലായി. സൗരവ് ഗാംഗുലിയെ അവർ ആരാധിച്ചു. അന്ന് സൗരവ് ഗാംഗുലിയെ ആരാധിക്കാത്ത സെലിബ്രിറ്റികൾ ഇല്ലായിരുന്നു. അത്രയ്ക്ക് ഗ്ലാമറും അത്രയ്ക്ക് അഴകുള്ള ബാറ്റിങ്ങും ബൗളിങ്ങും ആയിരുന്നു സൗരവ് ഗാംഗുലിയുടേത്. കൊൽക്കത്തയിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ജ്വലിച്ചുയർന്ന സൗരവ് ഗാംഗുലി തന്നെ വിവാഹം കഴിക്കുമെന്ന് നഗ്മ വിചാരിച്ചു. പക്ഷേ സൗരവ് ഗാംഗുലിയും നഗ്മയെ ചതിച്ചു. രണ്ട് പ്രണയങ്ങൾ, രണ്ടുപേരുടെ കാമാർത്തികൾ, അവരൊക്കെ തന്നെ അവർ രണ്ടുപേരും തന്നെ ചതിച്ചപ്പോൾ നഗ്മ തൻ്റെതായ ലോകത്ത് ഒതുങ്ങിക്കൂടി. സിനിമയിൽ നിന്നും അവർ ഇടവേളയെടുത്തു. പിന്നീട് ക്രൈസ്തവ മതത്തിലേക്ക് അവർ ആകർഷിക്കപ്പെട്ടു. ഇപ്പോൾ അവർ സുവിശേഷകയാണ്. കോടികളുടെ ആസ്തിയുണ്ട് അവർക്ക്, പക്ഷേ പിൻഗാമികളില്ല.
51 വയസ്സുണ്ട് അവർക്ക്. 15 വയസ്സിൽ തുടങ്ങിയ അഭിനയ ജീവിതം തെന്നിന്ത്യയിലെ താരറാണിയായി ആടിത്തിമിർത്തുകൊണ്ട് അവസാനിപ്പിച്ചു. ഇപ്പോൾ ക്രൈസ്തവ സുവിശേഷകയായി നഗ്മ ജീവിതം നയിക്കുന്നു. നഗ്മയുടെ സഹോദരിയാണ്, അർദ്ധ സഹോദരിയാണ് ജ്യോതിക, സൂര്യയുടെ ഭാര്യ.